പിണറായി എന്ന മനുഷ്യൻ അപ്രതീക്ഷിതമായി മുന്നറിയിപ്പ് നൽകാതെ ചില മനുഷ്യരെ നേരിൽ കാണാൻ ചെല്ലാറുണ്ട്. അത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തെത്തി ഏതെങ്കിലും മുതലാളിമാരുടെ വിഭവസമൃദ്ധമായ വിരുന്ന് സൽക്കാരങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ 25 ലക്ഷം മുടക്കി ധൂർത്ത് യാത്രയും നടത്താറില്ല. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറിയതിനു ശേഷവും ഇന്നലകളിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തിയ ഇടങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലും. ആ മനുഷ്യരുടെ ജീവിതം എന്തെന്നറിയാൻ ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. ഇന്നിപ്പോ കല്ലാടി ദുരന്ത മേഖലയിൽ സന്ദർശിച്ച ശേഷം അപ്രതീക്ഷിതമായി അദ്ദേഹം വയനാട് ടൗൺഷിപ്പിലെ മക്കളെ നഷ്ടപ്പെട്ട ഒരു കുടുംബമുണ്ട്. അവരെ നേരിട്ട് കാണാൻ, അവർ നഷ്ടപ്പെട്ടു പോയ കുരുന്നുകൾക്ക് വേണ്ടി ഇപ്പോഴും കളിപ്പാട്ടങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന ആ മനുഷ്യരെ കാണാൻ നോക്കി. ഒരുപാട് സന്തോഷം. മക്കളെ നമ്മളെ കാണണല്ല മെയിൻ, ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ കാണണം, ആ ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നതാ. ഒരുപാട് സന്തോഷം മക്കളെ കാണാൻ വേണ്ടിയിട്ട്. സാറിന്റെ സമയം ഒഴിവാക്കിയിട്ട് നമ്മളെ മക്കളെ കാണാൻ വേണ്ടി വന്നില്ലേ, അതിലേറ്റവും വലിയ സന്തോഷം. അവര് മുൻ സർക്കാർ ചുമരുകൾ നൽകി. എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് അതിൽ ജീവനുള്ള പടങ്ങൾ വരച്ചു തന്നു. ഇതിലൊക്കെ ഒരുപാട് അത് കാണാനായിട്ട് സാറ് വന്നതിന്, സഖാവ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതുവരെയും ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത്. റഫീഖ ആയാലും സാറായാലും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. എപ്പോഴും പറയല് ഞങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. സാറ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. കുട്ടികളുടെ റൂം സ്റ്റഡി റൂമായിട്ടാണ് നമുക്ക് തന്നത്. പക്ഷെ നമുക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും മക്കളില്ല. അപ്പോൾ അവരുടെ റൂം അവർക്ക് തന്നെ കൊടുത്തത്. അതിലും സാറിന് വലിയ സന്തോഷമുണ്ട്. നന്നായി എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. ഇത് ഞാൻ സാറിനോട് പറഞ്ഞത് സ്റ്റഡി റൂം ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ അത് നന്നായിട്ടുണ്ട് എന്തായാലും ചെയ്തതൊക്കെ. അങ്ങനെ മേനോൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സന്ദർശനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫുൾ ഷോ മാത്രവും പിന്നെ ഗൂഢമായ കൂടിക്കാഴ്ചകളും, എങ്ങനെ 5 വർഷം കൊണ്ട് നമുക്ക് വേണ്ടത് ഒപ്പിക്കാമെന്നുള്ള കൂടിയാലോചനകൾ. എന്ത് സാധാരണക്കാർ! ആ സാധാരണക്കാരെയൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ പോയി നമ്മൾ ക്യാമറ ഫോട്ടോഷൂട്ട് നടത്തി കുപ്പിയിലിറക്കി പോയതാണ്. പക്ഷേ അധികാരത്തിലിരുന്ന സമയത്തും പിണറായി ചില മനുഷ്യരോട് പ്രത്യേക മമത കാട്ടിയിരുന്നു. അത് ഇവിടത്തെ ഏതെങ്കിലും സമ്പന്നനോടല്ല, സാധാരണക്കാരോട്. ജീവിതം തന്നെ താറുമാറായി പോയ കുടുംബമാണ് അവരുടേത്. ആ കുടുംബത്തിലേക്ക് പിണറായി വിജയൻ ചെല്ലുമ്പോൾ എന്തായിരുന്നു അവരുടെ മാനസികാവസ്ഥയെന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെന്ന് അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ. മക്കളെ നഷ്ടപ്പെട്ടു പോയെങ്കിലും അവർക്ക് വേണ്ടി മുടങ്ങാതെ കളിപ്പാട്ടങ്ങളും, ആ പൊന്നോമനകൾക്ക് വേണ്ടി അവർ മുടങ്ങാതെ കല്ലറയിൽ പോയി അവരുടെ ഇഷ്ടങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്ന ദമ്പതികളാണ്. അവരെയാണ് വയനാട് എത്തിയപ്പോൾ പിണറായിക്ക് ഓർമ്മ വന്നത്. അവരെ കാണാനാണ് ഓടിച്ചെന്നത്, അല്ലാതെ ഒരു മുതലാളിയുടെയും വീട്ടിലല്ല. പക്ഷേ നേരെ തിരിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നോക്കിയാൽ ചുറ്റും ആരാണുള്ളത്, ആരെ കാണാനാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അവിടെയാണ് ഇന്നലകളിൽ മാധ്യമങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഓരോന്നും കൃത്രിമമായി പടച്ച് മനുഷ്യന്മാർക്കിടയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത്, അയാളുടെ ഭരണം താഴെ ഇറക്കാൻ വേണ്ടി മതവികാരം ഉണർത്തിയത്. ആ ഉണർത്തി വിട്ടതിന് ശേഷം കേരളം ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് ഓരോരുത്തർക്കും കണ്ണ് തുറന്നാൽ ഒന്ന് കാണാൻ പറ്റും. ഇന്നലകളിൽ ഈ നാടിന് എന്ത് സംഭവിച്ചാലും മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു സർക്കാർ ഉണ്ട് എന്നൊരു വിശ്വാസം പതിയെ 1.5 മാസത്തിനകം തന്നെ ആ വിശ്വാസം മനുഷ്യരിൽ നിന്ന് ചോർന്നു പോയി തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്ത് വന്നാലും ആരെങ്കിലും കുറ്റം പറഞ്ഞോ, മുൻപേ ഇരുന്ന ആളുകളുടെ തലയിൽ ചാരിയോ എസ്കേപ്പ് അടിക്കുന്നവർക്ക് ഒരിക്കലും പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയില്ല. കാര്യം എന്താണ്? അങ്ങനെ നിന്ന് നയിച്ച ശീലമുണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് പിണറായി വിജയൻ എന്ന വ്യക്തി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് താഴേക്ക് വരുമ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിലരുടെ മനസ്സിൽ അയാളുണ്ട്. അയാൾ ചിരിക്കാറില്ലായിരിക്കും, പക്ഷേ മറ്റു മനുഷ്യരുടെ കണ്ണീരൊപ്പി അവർക്ക് ചിരിക്കാനുള്ള അവസരമുണ്ടാക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു. അത് തിരിച്ചറിയാൻ കുറേയേറെ പേർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറേയേറെ പേർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ വാക്കുകൾ.